ഇതിനേക്കാളെല്ലാം ഉപരി സ്വാഗതം ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരെയുമാണ്. സംഘടനയുടെ ഓരോ സംഘടനയ്ക്കും അണികളാണ് പ്രധാനപ്പെട്ട കാര്യം. അണികളില്ലെങ്കിൽ സംഘടനയില്ല. അപ്പൊ ഇന്ന് ഇവിടെ കടന്നു വന്നിട്ടുള്ള എല്ലാവരും ആണ് ഈ സംഘടനയുടെ അസറ്റ് എന്ന് പറയുന്നത്. ഈ അവസരത്തിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ അംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഏറ്റവും സന്തോഷത്തോടു കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുന്നു. ആസ്വദിക്കാൻ ഉള്ള ഒരു അവസരമാണ്. പരിചയപ്പെടാം. നമ്മുടെ അയൽവക്കക്കാരാണ് എല്ലാവരും ഇതിനകത്തുള്ളത്. എല്ലാവരെയും പരസ്പരങ്ങളിൽ പരിചയപ്പെടുക. ഒപ്പം നമ്മുടെ ബന്ധങ്ങൾ വളർത്തുക. നമ്മുടെ സംഘടന വളർത്താൻ തോന്നോട് ചേർന്ന് നമുക്ക് നിൽക്കാം. ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി ആരെങ്കിലും അല്ലാതെ വിട്ടുപോയിരുന്നെങ്കിൽ അവരെല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് പ്രസിഡൻഷ്യൽ അഡ്രസ്സിനെ ക്ഷണിക്കുകയാണ്. ശ്രീ റോയി മാത്യുവിനെ. കുവൈറ്റ് വയനാട് അസോസിയേഷന്റെ ഈ ജനറൽ ബോഡി യോഗത്തിൽ പങ്കെടുക്കുന്ന വിശിഷ്ട അതിഥികളായ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ അയ്യൂബ് സാർ, ബാബുജി സാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുള്ള വയനാട്ടുകാരായ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ ഭരണസമിതിയുടെ ആദ്യ ജനറൽ ബോഡി യോഗത്തിൽ തന്നെ നമുക്ക് ഈ വിശിഷ്ട വ്യക്തികളെ അതിഥികളായി കിട്ടിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഇവരുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സഹായ സഹകരണങ്ങളും നമ്മുടെ സംഘടനയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും. ഈ വിശിഷ്ട വ്യക്തികളെ കുവൈറ്റ് വയനാട് അസോസിയേഷന്റെ രക്ഷാധികാരി കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന വിവരം സന്തോഷപൂർവ്വം ഞങ്ങളെ അറിയിക്കട്ടെ. ഈ യോഗത്തിൽ ഇത്രയും വയനാട്ടുകാർ പങ്കെടുക്കുന്നു. ഓരോ വയനാട്ടുകാരുടെയും ചിരകാല അഭിലാഷമായ ഇവിടെ സഹകരിക്കപ്പെടാൻ പോകുന്നത് കുവൈറ്റിലുള്ള വയനാട്ടുകാർ തമ്മിലുള്ള വ്യക്തിബന്ധം വളർത്തുകയും അതോടൊപ്പം അവർ ജോലിസ്ഥലത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് പരിഹരിക്കുകയും ചെയ്യുക എന്ന പ്രധാന ഉദ്ദേശത്തോടു കൂടിയാണ് കുവൈറ്റ് വയനാട് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത്. ഈ സംഘടന തീർത്തും ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ജാതിയുടെയും മതത്തിൻ്റെയുമായ പല പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ സംസ്കാര സമ്പന്നമായ കിഴക്കൽ കുവൈറ്റിന്റെയും ടിപ്പു സുൽത്താന്റെയും പഴശ്ശിരാജയുടെയും പാദസ്പർശമേറ്റം മണ്ണിൽ നിന്ന് വന്നിട്ടുള്ള വയനാട്ടുകാർ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാണ്. ഈ സ്നേഹത്തിൻ്റെ ഒരു കൂട്ടായ്മ ഇവിടെ നിന്നും വളർന്ന് പന്തലിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ 3 വാട്സപ്പ് ഗ്രൂപ്പിലായിട്ട് ഏകദേശം 300ഓളം അംഗങ്ങൾ നിലവിലുണ്ട്. എന്നാൽ പലരും ഇനി രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒത്തിരി ആളുകളുണ്ട്. അവരെല്ലാം എത്രയും വേഗം ഈ സംഘടനയിൽ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ട് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ഇനി ആ വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗങ്ങളാവാത്ത സഹോദരിമാർ ആ ഗ്രൂപ്പുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്ന് വിനിയോഗം ഓർപ്പിക്കട്ടെ. ഇവിടെയുള്ള ഓരോ വയനാട്ടുകാരൻ്റെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാനുള്ള ഒരു വേദി കൂടിയാണിത്. ഈ സംഘടന സുതാര്യമായി പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നതിൻ്റെ ഇതിൻ്റെ വരവ് ചിലവ് കാര്യങ്ങൾ എല്ലാം പരിശോധിക്കാനുള്ള ഇവിടെയുള്ള ഓരോ മെമ്പറിനുള്ള അവകാശമുണ്ട് എന്ന് ഓർപ്പിക്കട്ടെ. സ്നേഹമുള്ള അതുപോലെ നമുക്ക് വയനാടിൻ്റെ ഫുട്ബോൾ ടീമുണ്ട്. അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ശ്രീ അയ്യൂബ് സാർ, മിസ്റ്റർ അബ്ബാസ് വയനാട്, മിസ്റ്റർ രഞ്ജിത്ത്, അതുപോലെയുള്ള സഹോദരന്മാരെല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ട്. അവരോട്